ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണക്കമാങ്ങ ഇട്ടിട്ട് നെത്തോലി പറ്റിച്ചെടുക്കുന്ന കാണിക്കാൻ പോകുന്നത് തോരനല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള ചാറോട് കൂടി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. 1 കിലോ വലിയ നെത്തോലി എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്ന ഉണക്കമാങ്ങ ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഈ മാങ്ങയിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഉണങ്ങി വെച്ചിരിക്കുന്നത് 2 വർഷം പഴക്കമുള്ള മാങ്ങയാണ്. കേടൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ ഉണക്കി വയ്ക്കാറുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ. ഇനി ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. വൃത്തിയാക്കിയ ശേഷം ഒരു 3/4 കിലോ ഉണ്ട്. ഇതിലധികം വേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഒന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ 1 കൈ ചുവന്നുള്ളി ചതച്ചും കൂടി ചേർത്തൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ ഇതിലേക്ക് 6 പച്ചമുളക് 2ആയിട്ട് പിളർത്തിയതും വലിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ ശേഷം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനധികം എരിവില്ലാത്ത ഇഞ്ചി ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. ചെറിയ തീയിൽ ഗോൾഡൻ കളർ വരുന്നവരെ വഴറ്റിയെടുക്കാം. അരച്ച് ചേർക്കുന്നതിന് വേണ്ടി 3 കൈ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുവിധം ഒന്ന് അരച്ചെടുക്കണം, കുറച്ച് വെള്ളം ചേർത്ത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർക്കാം. മാങ്ങ കുതിർന്ന് കഴിഞ്ഞപ്പോൾ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. മീൻ നമ്മൾ മുറിക്കാതായി ചേർക്കുന്നത്, അതുകൊണ്ട് മാങ്ങ അതുപോലെ ചേർക്കുന്നതായിരിക്കും കാണാനൊരു ഭംഗിയുള്ളത്. ഈ വെള്ളവും ചേർക്കുന്നതിൻ്റെ കൂടെ ഇനി 2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത ശേഷം മാങ്ങ ഒന്ന് വേകുന്നതിന് വേണ്ടി 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ഒരുവിധം നൈസായിട്ട് വേണം അരയ്ക്കേണ്ടത്. തോരനാണെങ്കിൽ നമ്മൾ ചതച്ചെടുത്താൽ മതി. ഇതൊന്ന് പുരട്ടിയെടുക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് മീൻ പിറക്കി വയ്ക്കാം. ഇതിപ്പോൾ ചട്ടി നിറച്ചുള്ളത് കൊണ്ട് മീൻ ഉടയാതെ അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ചാറ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കി 20 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം 10 മിനിറ്റ് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പൊടിയും കൂടെ ചേർക്കാം. ഇപ്പോൾ മീൻ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വറ്റിക്കാം. അതുപോലെ മീൻ ഉടയാതൊന്ന് ഇളക്കുന്നത് കാണിക്കാം. ഇതുപോലെ ചെയ്താൽ മതി, മീൻ ഉടയത്തില്ല. ഓരോ വശത്തും നമ്മളൊന്ന് ഇളക്കിയിട്ട് അതുപോലെ തവി തിരിച്ചെടുക്കണം. നമ്മുടെ മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ തേങ്ങ അരച്ച് ചേർത്ത സമയത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വേണമായിരുന്നു മീൻ ഇടേണ്ടുന്നത്. അപ്പോൾ മീനിലെ വെള്ളം കൂടെ ആയപ്പോൾ കുറച്ചധികം വെള്ളം ആയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും, ഒരു 10-15 മിനിറ്റ്. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ വറ്റിച്ച ശേഷം മീൻ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആയി കിട്ടും. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് പിളർത്തിയതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. മീൻ ഉടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇതുപോലെ പരന്ന തവികൊണ്ട് വേണം എടുക്കേണ്ടുന്നത്. ഉണക്കമാങ്ങ ഇട്ട് നെത്തോലി ഇതുപോലെ ഒന്ന് പറ്റിച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.